നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. സിനിമകൾക്ക് റിവ്യൂ ചെയ്ത് ലാഭം നേടാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ 46 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 4 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം സ്വദേശികളായ അബ്ദുൾ അയ്യൂബ്, ഷിനാജ് അസ്ലം, തിരുവനന്തപുരം സ്വദേശി ഷഫീർ എന്നിവരാണ് പിടിയിലായത്. കഥകളി വേഷത്തെ കളിയാക്കും വിധമുള്ള ചിത്രങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി കലാമണ്ഡലവും കലാകാരന്മാരും രംഗത്ത്. സൈബർ സെല്ലിനെ സമീപിക്കാൻ തയ്യാറെടുത്ത് കലാമണ്ഡലം അധികൃതർ. പാലപ്പള്ളിയിൽ മാനിനെ കൈകാലുകൾ കെട്ടിയിട്ട് ഫോട്ടോ എടുത്ത കേസിലെ പ്രതികളിൽ ഒരാൾ കീഴടങ്ങി. തിരുവനന്തപുരം അമ്പൂർ സ്വദേശി വിനോദാണ് കീഴടങ്ങിയത്. തിരുവനന്തപുരം സ്വദേശികളായ ഷിബു, സന്തോഷ് കുമാർ, ഹരി എന്നിവർ ഒളിവിലാണ്. ചേറ്റുവ പാലത്തിന് മുകളിൽ ഗുഡ്സ് വാനും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. പിക്കപ്പ് വാൻ ഡ്രൈവർ കർണാടക സ്വദേശി മുഹയുദ്ദീൻ, ഗുഡ്സ് വാൻ ഡ്രൈവർ നടുവന്നൂർ സ്വദേശി ഷെഫീഖ്, വയനാട് സ്വദേശി റോബിൻ, ചാലക്കുടി സ്വദേശി വിനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ദേശീയപാത ചാലക്കുടി കൊരട്ടി മേഖലയിൽ 3 ഇടങ്ങളിലെ മേൽപ്പാല അടിപ്പാത നിർമ്മാണത്തിൽ ജനങ്ങൾ ആശങ്കയിൽ. സർവീസ് റോഡുകൾ, കാനകൾ എന്നിവയുടെ അശാസ്ത്രീയ നിർമ്മാണമാണ് ആശങ്ക സൃഷ്ടിക്കുന്നത്. മാപ്രാണത്ത് ജനവാസ മേഖലയിൽ അറവു മാലിന്യം തള്ളുന്നതായി പരാതി. ഇരിങ്ങാലക്കുട ഹോളിക്രോസ് ദേവാലയ പരിസരത്ത് നിന്നും മാടായിക്കുളം സ്കൂളിലേക്ക് പോകുന്ന റോഡരികിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് അറവു മാലിന്യം തള്ളുന്നത്. ചേലക്കരയിൽ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെങ്ങാനല്ലൂർ കടാഞ്ചേരി വളപ്പിൽ 65 വയസ്സുള്ള വിജയനാണ് മരിച്ചത്. ശക്തമായ കാറ്റിൽ മാവ് കടപുഴകി വീണ പാവർട്ടിയിൽ വീട് തകർന്നു. പാവർട്ടി പാലുവായി റോഡിൽ പുളിച്ചാറം വീട്ടിൽ മോനുട്ടിയുടെ ഓടിട്ട വീടാണ് തകർന്നത്. വെൺമേനാട് MASM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷിതാക്കൾക്കുള്ള സെമിനാർ 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ട്രഷറിക്ക് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ മസാജിംഗ് സെന്ററിന്റെ മറവിൽ പെൺവാണിഭം നടത്തിയ 4 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. അബു സലിത്ത, വിഷ്ണു, റിയാസ് മുഹമ്മദ്, മിനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ജില്ലയിലെ ഒട്ടുകമ്പനി തൊഴിലാളികളുടെ ബോണസ് തീരുമാനിക്കുന്നതിന് വേണ്ടി ജില്ലാ ലേബർ ഓഫീസറെ വിളിച്ചു ചേർത്ത അനുരഞ്ജന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ബോണസ് 20% പുനഃസ്ഥാപിക്കണമെന്ന തൊഴിലാളി പ്രതിനിധികളും മിനിമം ബോണസായ 8.33% മാത്രമേ നൽകാനാവൂ എന്ന ഉടമകളും നിലപാടെടുത്തതോടെ ചർച്ച തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. വടക്കാഞ്ചേരി നഗരസഭ കുടുംബശ്രീ CDS 1 നേതൃത്വത്തിൽ ലിങ്കേജ് ലോൺ മേള സംഘടിപ്പിച്ചു. ലോൺ മേള വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,20 ലക്ഷം രൂപ കൈമാറി. മുൻ MLA VKC മുഹമ്മദ് കോയ, സംസ്ഥാന സെക്രട്ടറി S ബിജു, സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KM ലെനിൻ തുടങ്ങിയവർ തിരുവനന്തപുരത്തെത്തി തുക കൈമാറി. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിലെ PSC പരീക്ഷാ പഠന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവന്നിരുന്ന LDC ക്ലർക്ക് മാതൃകാ പരീക്ഷകൾ സമാപിച്ചു. 4 ഘട്ടങ്ങളായാണ് കൂട്ടായ്മ LDC മാതൃകാ പരീക്ഷയും PSC കറന്റ് അഫയേഴ്സ് പരീക്ഷയും സംഘടിപ്പിച്ചത്. സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭ, തെക്കുംകര പഞ്ചായത്ത് എന്നീ പ്രദേശങ്ങളിലെ എഴുത്തുകാരുടെ സംഗമം ഞായറാഴ്ച നടക്കും. പ്രൊഫസർ VG തമ്പി സംഗമം ഉദ്ഘാടനം ചെയ്യും. അമ്മമാർക്ക് വായനയുടെ വാതായനങ്ങൾ തുറന്നു നൽകുന്ന അക്ഷരപടവുകൾ പദ്ധതി എനാമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ തുടങ്ങി. അധ്യാപികയും എഴുത്തുകാരിയുമായ EA ആനി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവല്ലാമല കൊച്ചു പറക്കോട്ടുകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഇല്ലനിറ മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം മേൽശാന്തി മരുതേരിമന ശശികുമാർ മുഖ്യകാർമ്മികത്വം വഹിച്ചു. വെങ്കടങ്ങ് പഞ്ചായത്തിലെ കുണ്ടഴിയൂർ GM UP സ്കൂൾ വിദ്യാർത്ഥികളുടെ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. SSG ചെയർമാൻ അഫ്സൽ പാടൂർ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. DCC ഹാളിൽ നടന്ന കൺവെൻഷൻ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ബ്രാഞ്ചിന്റെ സംഭാവന കൈമാറി. 63,500 രൂപയുടെ ചെക്ക് മന്ത്രി ഡോക്ടർ A ബിന്ദുവിന് അസോസിയേഷൻ പ്രതിനിധികൾ കൈമാറി.
അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കുന്നംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുതിയ ബസ് ടെർമിനലിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധ സമരം യൂണിറ്റ് രക്ഷാധികാരി ജോസ് ഉദ്ഘാടനം ചെയ്തു. കേരള ചിത്രകലാ പരിഷത്ത് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാടിനൊരു വരത്താങ്ങ് എന്ന പേരിൽ ചിത്രപ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിക്കും. കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് ചിത്രപ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചിരിക്കുന്നത്. CSB ബാങ്ക് അധികൃതരുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചു. ഓൾ കേരള ബാങ്ക് റിട്ടയർഡീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ CSB റിട്ടയറീസ് അസോസിയേഷൻ നടത്തിയ പ്രതിഷേധ ദിനം പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ബദിര ചെസ് ചാമ്പ്യൻഷിപ്പ് തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. ജില്ലാ ബദിര സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 40ഓളം താരങ്ങൾ പങ്കെടുത്തു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് PTAയുടെ ആഭിമുഖ്യത്തിൽ ആനുവൽ ഗ്രാജുവേഷൻ ഡേ ശനിയാഴ്ച സംഘടിപ്പിക്കും. പാലക്കാട് IIT ഡയറക്ടർ ശേഷാദ്രി ശേഖർ മുഖ്യാതിഥിയാകും. 6ാമത് നവമലയാളി പുരസ്കാരം പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ശശികുമാറിന് സമ്മാനിക്കും. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ശനിയാഴ്ച വൈകിട്ട് 3-ന് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ ചന്ദ്രിക നിലയങ്ങോട് സമ്മാനിക്കും. മണലൂർ സെന്റ് തെരാസസ് UP സ്കൂളിൽ കാർഷിക ദിനാചരണം മണലൂർ കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയത്തിലെ ഏറ്റവും മികച്ച കർഷക കുടുംബത്തെ രാജൻ കണ്ണമ്പറമ്പിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. കുട്ടനല്ലൂർ സെന്റ് ജൂഡ് ലത്തീൻ പള്ളിയിലെ ഊട്ടുതിരുനാൾ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം വികാരി ഫാദർ ഫ്രാൻസൻ കുരിശിങ്കൽ നിർവഹിച്ചു. ഒക്ടോബർ 10-നാണ് തിരുനാൾ. സമസ്ത കേരള വാര്യർ സമാജം സംസ്ഥാന വനിതാ സംഗമം ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ ശോഭ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വനിതാ വേദി പ്രസിഡന്റ് ഗീത R. വാര്യർ അധ്യക്ഷയായി. കൊടുങ്ങല്ലൂർ അഴീക്കോട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നടത്തിയ ഫിഷറീസ് ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസും സമരക്കാരും തമ്മിൽ ബലപ്രയോഗം നടന്നു. നിരോധിത പെലാജിക് വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തടയുക, വർദ്ധിപ്പിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി വിഹിതം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ആസ്തി വികസന രേഖയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന കാരണത്താൽ തകർന്നു വീണ താൽക്കാലിക പാലം പുനഃസ്ഥാപിക്കാൻ നടപടിയെടുക്കാതെ ഇരിങ്ങാലക്കുട നഗരസഭ. കൃഷി നടത്താൻ കർഷകർ താൽക്കാലിക പാലം നിർമ്മിക്കാൻ ആരംഭിച്ചു. മുല്ലശ്ശേരി മുള്ളഞ്ചേരി കുളത്തിന് സമീപം തെങ്ങ് വീണ് സ്കൂട്ടർ തകർന്നു. പഞ്ചായത്ത് മെമ്പർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന മുല്ലശ്ശേരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുന്നത്തുള്ളി ദിൽനാഥ് ഹനീഷിന്റെ സ്കൂട്ടറാണ് തകർന്നത്. കോട്ടയം MP-യായി തിരഞ്ഞെടുക്കപ്പെട്ട ഫ്രാൻസിസ് ജോർജിന് കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി സ്വീകരണം സംഘടിപ്പിച്ചു. സ്വീകരണ സമ്മേളനം കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. മാള പഞ്ചായത്തിലെ മാളക്കടവ് പ്രദേശത്തെ MCF കുടുംബശ്രീയുടെ ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റിന് സമീപത്തേക്ക് മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ നാട്ടുകാർ ധർണ നടത്തി. ധർണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AA അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. അനധികൃത കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ വസ്തുനികുതി ഈടാക്കിയതിനെതിരെയുള്ള ട്രിബ്യൂണൽ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഇരിങ്ങാലക്കുട നഗരസഭാ യോഗത്തിൽ തീരുമാനം. MCP ഗ്രൂപ്പ് ഉടമ നൽകിയ ഹർജിയെ തുടർന്ന് ഉടമയെ നേരിട്ട് കേൾക്കാൻ നഗരസഭാ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോട് കൌൺസിൽ നിർദ്ദേശം നൽകി. രാഷ്ട്രപതിക്കൊപ്പം രക്ഷാബന്ധൻ ആഘോഷിക്കാൻ അവസരം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിൽ തൃശൂർ പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളായ ശ്രാവ്യ വിജേഷ്, ആമ്പൽ ദീപക്, നൈനിക NS, ജ്വാല അമൃത, ധ്രുപദ് സനൽ എന്നിവരാണ് രക്ഷാബന്ധൻ ഉത്സവത്തിൽ പങ്കെടുത്തത്. മണലൂർ പഞ്ചായത്തിന്റെ കീഴിലുള്ള ജൂഡോ അക്കാദമിയിൽ ഞായറാഴ്ച നടക്കുന്ന ജില്ലാ ജൂഡോ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ജേഴ്സി വിതരണം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ ഷോയ് നാരായണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കടച്ചാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യുവജനോത്സവം സിനിമാ നാടക സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CM മുരളി അധ്യക്ഷനായി. പെരുവനം ഗ്രാമസഭ ചിറക്കേക്കോട് എളങ്ങള്ളൂർ മനയിൽ നടക്കുന്ന അഗ്നിയാധാനത്തിന്റെയും സോമയാഗത്തിന്റെയും വിളംബര ഘോഷയാത്രയ്ക്ക് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിൽ സ്വീകരണം നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ K. ബിജുകുമാർ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KP അനിൽ അധ്യക്ഷത വഹിച്ചു.
ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേളയ്ക്ക് തുടക്കമായി. മാനേജ്മെന്റ് പ്രതിനിധി എൻ വാസുദേവൻ, പി ബിജു, സി പി ജോബി, അരുൺ ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. മേള വെള്ളിയാഴ്ച സമാപിക്കും. വയനാട് ദുരിതബാധിതരുടെ കണ്ണീരൊപ്പാൻ ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കീഴിലുള്ള ബസ്സുകളാണ് കാരുണ്യയാത്രയുമായി നിരത്തിലിറങ്ങിയത്. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് മാലിന്യ യാർഡിന് സമീപം നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞ് തകർന്നു. പാർലിക്കാട് ഭാഗത്തു നിന്ന് വന്നിരുന്ന കുമ്പളങ്ങാട് സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.